എന്തായാലും ഈ വിഷയത്തിൽ അദ്ദേഹം അറിയാതെ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് വാസ്തവമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാം നേരത്തെ തന്നെ പല വിഷയങ്ങളിലും ഈ പറയുന്ന കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു കൂടിച്ചേരലുകൾ അല്ലെങ്കിൽ ഒരു അന്തർധാര നമ്മൾ പല സാഹചര്യങ്ങളിലും കണ്ടിട്ടുണ്ട്. കേരളത്തിൽ തന്നെ എത്രയോ കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും കരുവന്നൂർ പോലെയുള്ള സ്വർണ്ണക്കടത്ത് പോലെയുള്ള കേസുകൾ വരുമ്പോഴൊക്കെ തന്നെ അവിടെ EDയോ അല്ലെങ്കിൽ CBIയോ NIAയോ ആദായ നികുതി വകുപ്പോ ഒന്നും തന്നെ കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ അവിടെ നടത്തിയിട്ടില്ല. മറിച്ച് ഈ സംസ്ഥാന സർക്കാരിനെ ഏതൊക്കെ തരത്തിൽ രക്ഷിക്കാമോ ആ തരത്തിലുള്ള ഇടപെടലുകളിലൂടെയാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന സുരേഷ് ഗോപി പറയുമ്പോൾ അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ട കാര്യമില്ല. കാരണം ആ രീതിയിൽ വലിയ ഒരു ചർച്ചയായിട്ട് ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വിജിലൻസ്, ശബരിമലയിലെ സ്പെഷ്യൽ വിജിലൻസിന്റെ റിപ്പോർട്ട് കോടതിയിൽ എത്തി. ആ റിപ്പോർട്ടിൽ അതിഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഉള്ളത്, കാര്യങ്ങളാണുള്ളത് എന്ന് കോടതി തന്നെ വലിയ രീതിയിൽ അതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനായിട്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് എന്താ പറയുക, ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഗൂഢാലോചന നടത്തിക്കൊണ്ട് സ്വർണം അടിച്ചു മാറ്റിയെന്നാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയി. അന്ന് വിജയ് മല്യ 98 ആ പതിപ്പിച്ച സ്വർണം അത് ആ പാളികൾ ഇളക്കിക്കൊണ്ട് അവിടെ ചെന്ന് സ്മാർട്ട് ക്രിയേഷൻസിന് കൊടുത്ത് അവരത് സ്വർണം ഉരുക്കിയെടുത്ത്. അതിൻ്റെ 1 കിലോയോളം സ്വർണം ഉണ്ടായിരുന്നു. 420 ഗ്രാം സ്വർണം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു. അതിന്റെ പണിക്കൂലിയായിട്ട് തങ്ങൾ 320 ഗ്രാം എടുത്തു. ബാക്കി ഉള്ള അല്ലറ വെച്ച് ഞങ്ങള് സ്വർണം പൂശി ഞങ്ങൾ കൊടുത്തു വിട്ടു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു മൊഴി സ്മാർട്ട് ക്രിയേഷൻസിന്റെ MD കൊടുത്തതായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.